നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ DPR റദ്ദാക്കുന്നതിനും ഇവർക്ക് നൽകിയ തുക തിരിച്ചുപിടിക്കുന്നതിന് നോട്ടീസ് അയക്കാനും നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. പെരുമ്പത്തൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. പെരുമ്പത്തൂർ ആലോടി നാലകത്ത് ഹൈദരലിയുടെ വീടിന്റെ ഗേറ്റും മതിലുമാണ് ആന തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായ നിലമ്പൂർ കരുളായി മേഖലകളിലെ ദുരിതബാധിത പ്രദേശങ്ങൾ ആര്യടൻ ഷൂക്കത്ത് MLA സന്ദർശിച്ചു. അടിയന്തരമായി സർക്കാർ ധനസഹായവും നഷ്ടപരിഹാരവും ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കുമെന്ന് MLA. മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു താഴെ ഭാഗത്ത് ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന് വേണ്ടി 3-ാം ദിവസവും തിരച്ചിൽ വിഫലം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയാണ് സംഭവം. നിലമ്പൂർ ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ ലഹരിമുക്ത ഉന്നതി പദ്ധതിക്ക് തുടക്കമായി. ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഉന്നതികളെ സമ്പൂർണ്ണ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. വാർത്തകൾ വിശദമായി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ DPR റദ്ദാക്കുന്നതിനും ഇവർക്ക് നൽകിയ തുക തിരിച്ചുപിടിക്കുന്നതിന് നോട്ടീസ് അയക്കാനും നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ലേ ഇൻഡസ് ഹെൽത്ത് കെയർ കേരള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തയ്യാറാക്കിയ DPR റദ്ദ് ചെയ്യാനും ഇവർക്ക് നൽകിയ 15,57,480 രൂപ തിരിച്ചുപിടിക്കുന്നതിനുമാണ് നോട്ടീസ് നൽകുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. അവർ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ നടത്താമായിരുന്നു എന്ന് പറയുന്ന സാധനം 15/2 അവരെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പൊ ഇത്രയും കാലം ഏതാണ്ട് 5 മാസത്തോളം 15-ാം തീയതിക്ക് 5 മാസമായി. അതുവരേക്ക് അവർക്ക് ഒരു കാര്യം പോലും മുന്നോട്ട് വെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതിന്റെ ഇവിടെ AXയുടെ റിപ്പോർട്ട് തന്നെയാണ് ഉത്തമമായ ഉദാഹരണം. AX പറഞ്ഞു ഇവർക്കത് മുന്നോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ അതുപോലെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ അതൊന്നും സാധിക്കാത്തതാണ്. അപ്പൊ ഞാൻ ഈ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എഴുതി വെച്ചത് മെർസേഴ്സ് ലീ ഇൻഡസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നഗരസഭയുമായി ഉണ്ടാക്കിയ വ്യവസ്ഥ ലംഘിച്ചതായി കൗൺസിലിന് ബോധ്യപ്പെട്ടതിനാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടില്ലേ, അവരുമായുള്ള എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാനും അവർക്ക് നൽകിയ തുക 15,57,480 രൂപ തിരിച്ചടയ്ക്കുന്നതിന് നോട്ടീസ് നൽകാനും തീരുമാനിക്കുന്നു. കമ്പനി സമർപ്പിച്ച DPR തന്റേതാണെന്നും സാമ്യതകളുണ്ടെന്നും കഴിഞ്ഞ ഭരണസമിതിക്ക് മുൻപുണ്ടായിരുന്ന UDF ഭരണസമിതിയുടെ കാലയളവിൽ DPR തയ്യാറാക്കിയ സിയാദ് സലീം ആരോപിച്ചിരുന്നു. ഇക്കാര്യം പരിശോധിക്കുന്നതിനായി സബ് കമ്മിറ്റി രൂപീകരിച്ച് നഗരസഭാ എഞ്ചിനീയറെ ഏൽപ്പിച്ചിരുന്നു. ആരോപണം ശരിയാണെന്നും 16 സാമ്യതകൾ കണ്ടെത്തിയതായും എഞ്ചിനീയർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ജില്ലാ ടൗൺ പ്ലാനർക്ക് നൽകിയ രേഖകളിലും 21 അപാകതകൾ കണ്ടെത്തിയിരുന്നു. ഇതും കമ്പനി അധികൃതരുമായി നിലവിലെ ഭരണസമിതി ചർച്ച നടത്തിയിരുന്നു. ഇത് പരിഹരിക്കുവാൻ 5 മാസം കഴിഞ്ഞിട്ടും കമ്പനിക്കായിട്ടില്ല. ഇക്കാര്യങ്ങൾ വീണ്ടും കമ്പനി അധികൃതരുമായി സംസാരിക്കുവാൻ നേരത്തെ കൗൺസിൽ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. നഗരസഭാ സെക്രട്ടറിയുടെ ഇക്കാര്യത്തിലെ റിപ്പോർട്ട് ഇന്ന് ചേർന്ന കൗൺസിലിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് DPR റദ്ദാക്കുവാൻ കൗൺസിൽ തീരുമാനം എടുത്തത്. അതേസമയം DPRുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ വിയോജനക്കുറിപ്പ് നൽകിയതാണെന്നും ഇന്നത്തെ കൗൺസിലിൽ അക്കാരണം കൊണ്ട് പങ്കെടുക്കുന്നില്ലെന്നും കാണിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായി CPI കൗൺസിലർ PM ബഷീർ പറഞ്ഞു. പെരുമ്പത്തൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. പെരുമ്പത്തൂർ ആലോടി നാലകത്ത് ഹൈദരലിയുടെ വീടിന്റെ ഗേറ്റും മതിലുമാണ് ആന തകർത്തത്. മതിൽ തകർത്തതിനു പുറമെ വീട്ടുവളപ്പിലെ കൃഷികളും കാട്ടാന വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ മുറ്റത്തെത്തിയ ആന ഏറെ നേരം അവിടെ നിലയുറപ്പിച്ചതായാണ് റിപ്പോർട്ട്. 6 മാസം മുൻപും ഹൈദരാലിയുടെ വീടിന്റെ മതിലും ഗേറ്റും കാട്ടാന തകർത്തിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട വനം വകുപ്പും പഞ്ചായത്തും തമ്മിലുള്ള തർക്കം കാരണം മുൻപുണ്ടായ നാശനഷ്ടത്തിന് ഇതുവരെ ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഹൈദരാലി വീണ്ടും നിർമ്മിച്ച മതിലും ഗേറ്റും കാട്ടാന വീണ്ടും ചവിട്ടി തകർത്തത്.
കാനക്കുത്ത് വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ നീന്തിക്കടന്നാണ് കാട്ടാനകൾ ഈ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. രാത്രികാലങ്ങളിലാണ് സാധാരണയായി ആനകളുടെ ശല്യം രൂക്ഷമാകുന്നത്. കഴിഞ്ഞ ദിവസം സോളാർ വൈദ്യുത തൂക്കുവേലി തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിച്ചതും വ്യാപകമായി കൃഷി നശിപ്പിച്ചതും. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായ നിലമ്പൂർ കരുളായി മേഖലകളിലെ ദുരിതബാധിത പ്രദേശങ്ങൾ ആര്യടൻ ഷൗക്കത്ത് MLA സന്ദർശിച്ചു. ചുഴലിക്കാറ്റിൽ കൃഷിയിടങ്ങളും വീടുകളും തകർന്നവർക്ക് അടിയന്തരമായി സർക്കാർ ധനസഹായവും നഷ്ടപരിഹാരവും ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കുമെന്ന് MLA ഉറപ്പു നൽകി. വിഷയത്തിൽ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം സംബന്ധിച്ച റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൻമരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണിട്ടും ആൾനാശമൊന്നും സംഭവിക്കാത്തത് വലിയ ഭാഗ്യമാണെന്ന് MLA കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 6-ാം തീയതി രാത്രിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുത്തീരി, പയ്യമ്പള്ളി, ഇയമ്പട ഭാഗങ്ങളിലും കരുളായി പഞ്ചായത്തിലെ ചെട്ടി, വരക്കുളം ഭാഗങ്ങളിലും മിന്നൽ ചുഴലി ആഞ്ഞുവീശിയത്. മേഖലയിൽ വലിയ തോതിലുള്ള കൃഷിനാശവും നാശനഷ്ടങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിന്നൽ ചുഴലിയിൽ ഒരു വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നതായി ഒപ്പമുണ്ടായിരുന്ന നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു അറിയിച്ചു. പൂർണ്ണമായി തകർന്ന വീടിന് 4 ലക്ഷം രൂപയും ഭാഗികമായി തകർന്ന വീടുകൾക്ക് നാശനഷ്ടത്തിന്റെ തോതനുസരിച്ച് 10,000 രൂപ മുതൽ 25,000 രൂപ വരെയും ധനസഹായം നൽകുമെന്നും തഹസിൽദാർ വ്യക്തമാക്കി. കൃഷി മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കൃഷി വകുപ്പ് അധികൃതർ നേരിട്ടെത്തി പരിശോധിച്ചു വരികയാണ്. MLAയോടൊപ്പം നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, കൌൺസിലർ ശ്രീജ ചന്ദ്രൻ, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ്, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, നഗരസഭ AE എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘവും ജനപ്രതിനിധികളും സന്ദർശനത്തിൽ പങ്കെടുത്തു. മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ ഭാഗത്ത് ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന് വേണ്ടി 3-ാം ദിവസവും തിരച്ചിൽ വിഫലം. മമ്പാട് ഭീമുങ്ങൽ പനയംതൊടിക യാഷിക് എന്ന യുവാവിനെയാണ് കാണാതായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. കനത്ത മഴയെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരികയായിരുന്ന മരം കൂട്ടുകാർക്കൊപ്പം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. യാഷിക്കിനൊപ്പമുണ്ടായിരുന്ന അനീസ്, സാജിദ് എന്നിവർ പുഴ നീന്തിക്കടന്ന് രക്ഷപ്പെട്ടു. മരത്തിൽ പിടിച്ച് രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടയിൽ അവശനായ യാഷിക് ചാലിയാറിലൂടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അപകടം നടന്ന് അരമണിക്കൂറോളം കഴിഞ്ഞാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. നിലമ്പൂർ, തിരുവാലി എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഒടായിക്കൽ കടവ് മുതൽ എടവണ്ണ വരെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അഗ്നിരക്ഷാ സേന, പോലീസ്, ERF അംഗങ്ങൾ എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പരിശോധന നടത്തുന്നുണ്ട്. നിലമ്പൂർ ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ ലഹരി മുക്ത ഉന്നതി പദ്ധതിക്ക് തുടക്കമായി. ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഉന്നതികളെ സമ്പൂർണ്ണ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. പരിപാടിയുടെ 1-ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി നിർവഹിച്ചു. ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ O സജിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് E ഷിജിൽ നായർ വിമുക്തി വിഷയാവതരണം നടത്തി. എടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസാഖ് എരഞ്ഞിക്കൽ, വാർഡ് മെമ്പർമാരായ സുലൈമാൻ കാട്ടിപ്പടി, മിനി ഡെന്നീസൺ, ഷിഫ്ന M, ബ്ലോക്ക് മെമ്പർ പ്രസന്നകുമാരി, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ജയേഷ്, വിവിധ സംഘടനാ അംഗങ്ങൾ, പ്രിവന്റീവ് ഓഫീസർ G അഭിലാഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ M ജംഷീദ്, KP മുഹമ്മദ് ഹബീബ്, റിജു CV, ഏഞ്ചലിൻ ചാക്കോ എന്നിവർ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. 8ാമത് ലിൻസി ശശീന്ദ്രൻ ഓർമ്മ വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലയിൽ സ്മരണാഞ്ജലിയും സാന്ത്വനം ബോധവൽക്കരണ ക്ലാസും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ SLC+2 വിജയികളായ മക്കളെ ആദരിച്ചു. നിലമ്പൂർ യൂണിയൻ മിനി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മൗനപ്രാർത്ഥനയ്ക്ക് ശേഷം ലിൻസി ശശീന്ദ്രന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. മേഖലാ പ്രസിഡന്റ് ഹോച്ചിമിൻ അധ്യക്ഷതയിൽ ചേർന്ന സ്മരണാഞ്ജലി ജില്ലാ പ്രസിഡന്റ് ഗഫൂർ റിനി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ മേഖലാ പ്രസിഡന്റ് തോമസ് കോശി, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ നിസാർ മരദ, വിശ്വനാഥൻ അതുല്യ, നിഷാദ് കൊടിക്കാരൻ എന്നിവർ സംസാരിച്ചു. ഉണ്ണിയേട്ടൻ ലിൻസി, ഷാജി ലിൻസി, നിഷാദ് കൊടിക്കാരൻ, ജംഷീർ തനിമ, വിശ്വനാഥൻ അതുല്യ, ജിതേഷ് ചുങ്കത്തറ, ജില്ലാ വനിതാ കോർഡിനേറ്റർ നച്ചുമ എന്നിവർ കുട്ടികൾക്ക് അവാർഡുകൾ നൽകി. സാന്ത്വനം ബോധവൽക്കരണ ക്ലാസും കുടുംബസംഗമവും AKPA ജില്ലാ പ്രസിഡന്റ് ഗഫൂറിനി ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ജില്ലാ കമ്മിറ്റി അംഗം വിശ്വനാഥൻ അതുല്യയും ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് കോർഡിനേറ്റർ വൈസ് പ്രസിഡന്റ് നിസാർ മരദയും സംസാരിച്ചു. ഇരു ചടങ്ങുകൾക്കും AKPA നിലമ്പൂർ മേഖലാ സെക്രട്ടറി രജീഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് നിസാർ നന്ദിയും രേഖപ്പെടുത്തി.
മമ്പാട് ചെമ്പൻകാട് അംഗനവാടിയിൽ 34 വർഷക്കാലം കുഞ്ഞുങ്ങൾക്ക് അറിവും സ്നേഹവും പകർന്നു നൽകിയ CP റുബീന ടീച്ചറുടെ നിര്യാണത്തിൽ AAE സോഷ്യൽ ക്ലബ് ചെമ്പൻകാട് ദുഃഖവും അനുശോചന യോഗവും സംഘടിപ്പിച്ചു. 1992 ആരംഭിച്ച അംഗനവാടിയിൽ 3.5 പതിറ്റാണ്ട് കാലവും ടീച്ചർ തന്നെയായിരുന്നു അവിടെ ജോലി ചെയ്തത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകി വിട പറഞ്ഞ ടീച്ചറുടെ അനുശോചന പരിപാടിക്ക് വർക്കർമാരും ഹെൽപ്പർമാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും അടക്കം നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അനുശോചന യോഗം മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കെ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഷ്റഫ് KV സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരോജിനി ടീച്ചർ, ക്ലബ്ബ് പ്രസിഡന്റ് റിയാസ് കെ, നിഷാത്ത് ടീച്ചർ, മുസ്തഫ KP, സൈനബ ടീച്ചർ, നജ്മുന്നീസ ടീച്ചർ, ആമിന ടീച്ചർ, നഫീസ കെ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.